ക്രിസ്തുയേശുവിനാൽ വിളിച്ചു ചേർക്കപ്പെട്ട ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രിയ സൗരസ്വരന്മാരെ, ഇവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളെ കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ജനിക്കുന്നതിന് 1900 വർഷങ്ങൾക്ക് മുമ്പ് പിതാവാ ദൈവം അബ്രഹാമിനെ കൽദായ ദേശമായ മെസൊപ്പൊത്താമിയയിൽ കണ്ടെത്തി. അവനോട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാരിക്കും ദേശത്തേക്ക് യാത്രയാവുക. അവിടെ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ മഹത്വമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ സർവ്വവംശങ്ങളും അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ അബ്രഹാമിനോട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ 7 കാര്യങ്ങൾ കർത്താവ് മടക്കി നൽകി. അതാണത്രേ ദൈവിക നീതി. അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അവൻ പോകുന്നിടത്തെല്ലാം വിജയം പ്രാപിച്ചു. അവനിലൂടെ നാം ഓരോരുത്തരും അനുഗ്രഹം പ്രാപിച്ചു. അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവാണ്, യഹൂദന്മാരുടെ ആദ്യ പിതാവ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അബ്രഹാമിനെ പോലെ ദൈവകൽപ്പനകൾ ഇന്ന് നമുക്ക് പാലിക്കാമെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കാമെങ്കിൽ, അബ്രഹാം പ്രാപിച്ചതുപോലെ 7 മടങ്ങായി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മളും യോഗ്യർ തന്നെയാണ്. ആയികൾ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അബ്രഹാമിനെ പോലെ അവിടുത്തെ മേൽ വിശ്വസിക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം വെറുത്ത് ഉപേക്ഷിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട് കൂടി അവിടുത്തെ സേവിപ്പാൻ, ആരാധിപ്പാൻ, അവിടുത്തെ അംഗീകരിക്കുവാൻ, അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലേക്കായി അളവില്ലാതെ അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.